രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ശതാബ്ദിയുടെ നിറവിലാണ്. ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക് ഇപ്പോഴിതാ ആ ഓർമ്മപ്പെടുത്തലിനൊരു ശക്തി കൂട്ടുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നാണയം പുറത്തിറക്കുന്നു, അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പും. അപ്പോൾ വലിയ ഒരിടമാണ് RSSന് ഇന്ത്യയിലുള്ളത്. അങ്ങനെ ചോദ്യം വളരെ, അല്ലെങ്കിൽ തുടങ്ങി വെച്ച ചർച്ച വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇപ്പോൾ ഈ ഗവൺമെൻറ്, ഭാരത സർക്കാർ ആ നാണയം ഇറക്കുന്നതും അതുപോലെ പോസ്റ്റൽ സ്റ്റാമ്പ് ശതാബ്ദിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഇറക്കുന്നതുമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നും നാളെയൊക്കെ വിവാദമായി മാറാൻ സാധ്യതയുള്ള, അതായത് ഭാരതത്തെയും ഭാരതം എന്ന രാഷ്ട്രത്തെയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും എതിർക്കുന്നതാണ്, തകർക്കുന്നതാണ് എൻ്റെ ജീവിത ദൗത്യം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, രാഹുൽ. ആ രാഹുലും സംഘം ശതാബ്ദി ആഘോഷിക്കുന്ന ഘട്ടമെത്തിയിരിക്കുന്നു. സംഘത്തോടൊപ്പം ആ കാലത്ത് ഭാരതത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഭാരതത്തിൻ്റെ പൊതുജീവിത അന്തരീക്ഷത്തിൽ, ഭാരതീയ ജനാധിപത്യത്തിൽ വിരലിലെണ്ണാവുന്ന തലത്തിലേക്ക് കുറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അപ്രസക്തമായി മാറിയിരിക്കുന്നു. ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ പോകുന്ന സംഖ്യയിലേക്ക് കുറഞ്ഞിരിക്കുന്നു, രാജ്യത്തിന് വേണ്ടാത്തവരായി മാറിയിരിക്കുന്നു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം തേടി MA ബേബി 5-6 പോളിറ്റ് മെമ്പർമാരെ കൂട്ടിക്കൊണ്ട് ചൈനയിലേക്ക് പോയിരിക്കുക. അവിടെ ഒരു കാഴ്ച കണ്ടു. മാവോ സേതുങ്ങിൻ്റെ ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 6 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും കൂടെ നിൽക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, മഹാത്മാഗാന്ധിയുടെ പടം പുറയിൽ വെച്ച് രാജ്ഘട്ടിലോ എവിടെയെങ്കിലും പോയി നിൽക്കാനായിട്ട് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ആരെങ്കിലും ഇങ്ങനൊരു കൂട്ടമായി പോയി നിൽക്കുന്നതിന് എന്നെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഗാന്ധിയെക്കുറിച്ച് വലിയ സ്നേഹമാണ്. ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ ഉടനെ ഗോഡ്സെയും കൊണ്ടുവരും. ഗോഡ്സെ വധിച്ചില്ലായിരുന്നെങ്കിൽ ഗാന്ധിയെക്കുറിച്ച് ഒരു പറയത്തില്ല. അതൊക്കെ പോട്ടെ, അത് വേറൊരു വിഷയം. ഞാൻ പറയാൻ വന്നത്, സംഘശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭം പലരുടെയും മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന ആശങ്കകൾ, അതിലേക്ക് ചെറുതായിട്ടൊന്ന് വിരൽ ചൂണ്ടിയെന്ന് മാത്രം. വിഷയം മുതൽ അങ്ങ് ചോദിച്ച ചോദ്യം സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെ കുറിച്ചാണ്. ആ പങ്ക് വ്യക്തമാകണമെങ്കിൽ എന്തായിരുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം എന്ന് കൃത്യമായ ധാരണ വേണം. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം സ്റ്റാർട്ട് ചെയ്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മജി തിരിച്ചു വന്ന ശേഷമല്ല, AO ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതിനു ശേഷവുമല്ല. 1857 ചരിത്രപ്രസിദ്ധമായ ആ പ്രക്ഷോഭങ്ങളോട് കൂടിയുമല്ല. കാരണം വീര സവർക്കർ അതിനെക്കുറിച്ച് പറഞ്ഞത് 1857 സ്വാതന്ത്ര്യ സമരം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കാറൽ മാർക്സ് അക്കാലത്ത് അമേരിക്കൻ ജേർണലിൽ കൊടുത്ത ആർട്ടിക്കിളിൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല സത്യം. ഭാരതത്തിൽ കൊളോണിയൽ താല്പര്യമായി, അധിനിവേശ ലക്ഷ്യവുമായി ഇംഗ്ലീഷുകാരുൾപ്പെടെയുള്ള എല്ലാ അധിനിവേശ ശക്തികളും എന്നൊക്കെ കടന്നു വന്നിട്ടുണ്ടോ അന്നെല്ലാം ഇവിടെ ശക്തമായ ചെറുതീർപ്പുണ്ടായിട്ടുള്ളത്. അതാണ് കുളത്തിലിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അതാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയൊക്കെ കടന്നു വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ പൊരുതി ജീവൻ കൊടുത്ത് ചോര കൊടുത്ത് ആ എല്ലാ അധിനിവേശങ്ങളെയും, ഇംഗ്ലീഷ് അധിനിവേശത്തെ ഉൾപ്പെടെ തടഞ്ഞു നിർത്താൻ വേണ്ടി പൊരുതലുണ്ടായിട്ടുണ്ട്. ആ പൊരുതലിൻ്റെ ചരിത്രമാണ് 1857 വന്നപ്പം അത് ഒരു സംഘടിത പോരാട്ടമായി മാറിയത്. ആ പോരാട്ടത്തെ തകർക്കാൻ വേണ്ടിയാണ് പല വഴികൾ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതും 1857 മുസ്ലിം ജനസമൂഹവും ഹൈന്ദവ സമൂഹവും എല്ലാം ഒന്നിച്ചാണ് പൊരുതിയത്.
ഭിന്നിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളുമായിട്ട് ഇവരെത്തി, ഇംഗ്ലീഷുകാരെത്തി. ഏതാണ്ട് 1911 ആയപ്പം ഭാരത സ്വാതന്ത്ര്യ സമരം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. നമുക്കറിയാം ബംഗാൾ വിഭജനം, അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ സവർക്കർ മറ്റും ചെന്ന് ആരംഭിച്ച ശ്യാംജി കൃഷ്ണമൂർത്തിയും ഒക്കെ ആരംഭിച്ച ഇന്ത്യ ഹൗസ്, സവർക്കറുടെ ഇടപെടൽ, അതുപോലെ തന്നെ അമേരിക്കയിലാണെങ്കിൽ ഗദർ പ്രസ്ഥാനത്തിൻ്റെ ബാനറിൽ അമേരിക്കയിൽ ആരംഭിച്ച പ്രസ്ഥാനം, ഇതെല്ലാം കൂടി കൊണ്ട് വ്യാപകമായ തോതിൽ സ്വാതന്ത്ര്യ സമരത്തിന് അതായത് ആയുധമെടുത്തുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ജനം തയ്യാറായ സന്ദർഭത്തിലാണ് ഗാന്ധിജി വരുന്നതും സമരത്തിന് രൂപം മാറുന്നതും. ആ ചർച്ചയ്ക്ക് സമയമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരാളെ ഓർക്കണം, ഡോക്ടർ കേശവ് ബലിറാം മെക്ഡേവർ. സ്വാതന്ത്ര്യ ദാഹം എന്ന് പറയുന്നത് ഡോക്ടർജിക്ക് ആരെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തൊന്നുമല്ല, ജന്മനാ ഉള്ളതാണ്. ചെറിയ പ്രായത്തിൽ ബ്രിട്ടീഷ് രാജാവിൻ്റെ കിരീടധാരണത്തിന് ചെറിയ കുട്ടിയായിരിക്കുമ്പം സ്കൂളിൽ പോലും പോകുന്നില്ല. ആ കിരീടധാരണ ആഘോഷത്തിന് ഭാഗമായി മുട്ടായി കൊടുത്ത ഉടനെ, മധുരം കൊടുത്ത ഉടനെ ഇതെനിക്ക് വേണ്ട, ഇതല്ല നമ്മുടെ രാജാവ് എന്ന് പറഞ്ഞ ആ ഡോക്ടർജി, ബാലനായ ഡോക്ടർജി വളർന്നു വന്ന് സ്കൂളിൽ പഠിക്കാൻ ചെന്നപ്പം സ്കൂളിൽ കുട്ടികളെയും കൂട്ടുകാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ ഇൻസ്പെക്ടർ കയറി വന്നപ്പം വന്ദേ മാതരം മുഴക്കി. എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നതെന്ന് ആർക്കും നിശ്ചയമില്ല. ഇൻസ്പെക്ടർ ദേഷ്യപ്പെട്ടു പോയി. സ്കൂളിലെ കുട്ടികളിൽ ആരാണിത് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഹെഡ് മാസ്റ്ററും മറ്റ് അധ്യാപകരും ശ്രമിച്ചു. എല്ലാ കുട്ടികളും ഞാനാണ് തുടങ്ങി വെച്ചെന്നാണ് പറഞ്ഞത്. തുടങ്ങി വെച്ച ഡോക്ടർ കേശവ് ബലിറാം മെക്ഡേവർ ആയിരുന്നു. ബാലനായ 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞത്. ആരും പറഞ്ഞില്ല, എല്ലാവരും സ്വയം ഏറ്റെടുത്തു. അതായിരുന്നു സംഘടനാ വൈഭവം, എല്ലാവരെയും ആ രീതി പറയിപ്പിക്കാൻ വേണ്ടി. അതിനുശേഷം ആരാന്ന് ഇവർ ഇദ്ദേഹത്തിന് ഇവിടുന്ന് കുറ്റം സ്ഥാപിച്ചു. സ്കൂളിൽ പഠനം തുടരണമെങ്കിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസം തുടരണ്ടെന്ന് പറഞ്ഞു. ആ സ്കൂളിൽ നിന്ന് പുറത്തു പോയി ബാലഗംഗാധര തിലകനുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വേറൊരു സ്കൂളിൽ പഠിച്ചിട്ടാണ് ബാക്കി വിദ്യാഭ്യാസം. ഡോക്ടർ MS മുൻഷെ കൽക്കട്ടയിൽ കൊണ്ടുവന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം ചേർത്തു. ഇന്നത്തെ MBBS തുല്യമായ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്. ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴും കൽക്കട്ടയിൽ പഠിക്കുമ്പോഴും അനുശീലൻ സമിതി എന്ന് പറയുന്ന ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, വിപ്ലവകാരുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിലായിരുന്നു അദ്ദേഹത്തിന് ശ്രദ്ധ. മുന്നോട്ട് പോയി, ഞാൻ വേഗം പറയുക, മുന്നോട്ട് പോയി പോരാട്ടത്തിൻ്റെ രീതികൾ, ചെറിയ ചെറിയ യുവാക്കൾ പോരാട്ടത്തിലേക്ക് എടുത്തു ചാടുമ്പം ബലിദാനികളാകേണ്ടി വരുന്ന അവസ്ഥ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം മനുഷ്യശേഷി നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് വന്നു. 1915 കോൺഗ്രസിലേക്ക് വരുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസം കഴിച്ചു. മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസം കഴിച്ചിട്ടും ഡോക്ടറായി ജോലി ചെയ്യാൻ പോയില്ല. എൻ്റെ കർമ്മമേഖല അതല്ല. ഭാരതം എന്ന വലിയ കർമ്മഭൂമിയിലേക്ക് എനിക്ക് പലതും ചെയ്യാനുള്ള ബോധ്യമുള്ളത് കൊണ്ട്, അന്നത്തെ കാലത്ത് അങ്ങേക്ക് അറിയാമല്ലോ, വളരെ ചുരുക്കം പേര് മാത്രമേ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്ത ഡോക്ടർമാരുള്ളൂ. വീട്ടിലെ അവസ്ഥയും കഷ്ടമാണ്. എങ്കിലും അങ്ങോട്ട് പോയില്ല. ഭാരതത്തെ മോചിപ്പിക്കുന്ന ശ്രമങ്ങളിലേക്ക് വന്നു. ആദ്യം വിപ്ലവകരോടൊപ്പം നിന്നു അനുശീലന സമിതി. അങ്ങ് ഓർക്കണം, ഭഗത് സിംഗിൻ്റെ ഒപ്പം തൂക്കിലേറ്റപ്പെട്ട രാജ്ഗുരു പിടിയിലാകുന്നതിനും അവസാനം വന്ന് താമസിച്ചിരുന്നത് ഇദ്ദേഹത്തോടൊപ്പമാണ്. ഇദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ രാജ്ഗുരു പിന്നെ സതീർത്ഥനായിരുന്ന ഡോക്ടർജി സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ആൾ തന്നെയായിരുന്നു. അത് കഴിയുന്നു. ഖിലാഫത്തിൽ ഭാരതത്തിലെ ദേശീയ ജനത, ഗാന്ധിയൻ രാഷ്ട്രീയം ഖിലാഫത്തിനോടൊപ്പം ചേർന്നപ്പോണ്ടായ അബദ്ധം മനസ്സിലായി. വർഗീയതയുടെ പേരിലുള്ള ചേരിതിരിവിനെക്കുറിച്ച് മനസ്സിൽ വിഷമമുണ്ടായി. ഹിന്ദുവിനെയും ഡോക്ടർ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിന്ദുവിലെ പിന്നോക്ക വിഭാഗങ്ങളെയും
ബോധപൂർവം തഴയുന്ന ഗാന്ധിയൻ കോൺഗ്രസിന്റെ രീതി, ആ സമ്പ്രദായം മനസ്സിലാക്കി പ്രത്യേകിച്ചും മലബാറിലുണ്ടായ കലാപത്തെക്കുറിച്ച്, മലബാറിലുണ്ടായ ആ ഹിന്ദു ഉന്മൂലനത്തെക്കുറിച്ചുകൂടെ കൃത്യമായി അനുഭവത്തിൽ ഉൾക്കൊണ്ട ശേഷമാണ് ഡോക്ടർ ജി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത്. അവിടെ ഡോക്ടർ ജിക്ക് ഒരുപക്ഷെ അങ്ങ് ആലോചിക്കാം, ദുർഗാപൂജയുടെ സമയമായത്, ദുർഗാ മാതാവിന് ആ അസുരനെ വധിക്കാൻ വേണ്ടി ഏതൊക്കെ ദേവതകളാണ് ആയുധം കൊടുത്തത്? എല്ലാ ദേവതകളും ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചല്ലോ. എന്ന് പറയുന്നത് പോലെ സ്വാമി ശ്രദ്ധാനന്ദയിൽ നിന്ന്, മഹാത്മജിയിൽ നിന്ന്, ഡോക്ടർ BS മുഞ്ചയിൽ നിന്ന്, വീര വിനായക ദാമോദർ സവർക്കറിൽ നിന്ന്, വ്യത്യസ്തമായ മേഖലകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിവേകാനന്ദൻ സൂചിപ്പിച്ച ഉണർവിൻ്റെ കാലഘട്ടം ഭാരതത്തിന് നൽകാൻ വേണ്ടി വിവേകാനന്ദൻ പറഞ്ഞെന്താണ്? 993 തോന്നുന്നു, 50 കൊല്ലം മറ്റെല്ലാ ദേവതകളെയും മാറ്റിവെച്ചിട്ട് ഭാരതാംബയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ വിവേകാനന്ദൻ പറഞ്ഞ ആ വഴിയുണ്ടല്ലോ, ശ്രീ അരവിന്ദോ കാട്ടിക്കൊടുത്ത വഴി. ആ വഴിയിൽ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ദുർഗാദേവിക്ക് ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് തയ്യാറുള്ള ഒരു ജനതയെ സംഘടിപ്പിച്ചെടുക്കാൻ വേണ്ടി, അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലും നിലനിർത്താൻ കെൽപ്പുള്ള ഒരു സമൂഹത്തിന് സൃഷ്ടി ആവശ്യമാണെന്ന് കണ്ടതിൻ്റെ പേരിലാണ് അദ്ദേഹം കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരം ചെയ്യുമ്പം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വേറൊരു പ്രസ്ഥാനം ഉണ്ടാക്കാതെ സമരസജ്ജരായ സ്വയം സേവകരുടെ ഒരു വലിയ സമാജം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ അവസാനമായി സൂചിപ്പിക്കുക. ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൽ. സ്വദേശം കിട്ടിയതുകൊണ്ട് സ്വരാജ് കിട്ടിയതുകൊണ്ട് മാത്രമായിട്ടില്ല, സ്വരാജ് സംരക്ഷിക്കപ്പെടണം. സ്വരാജ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഹിന്ദു സംരക്ഷിക്കപ്പെടണം. ഹിന്ദു സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിഭാഗീയത ഇല്ലാതാകണം. ഇതാണ് ആ പ്രശസ്തമായ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. 1940 ആ പുസ്തകം ഇറങ്ങിയത്. അതായത് ഡോക്ടർ ജിയുടെ മരണശേഷം ആ ഡോക്ടർ ജി വർഷങ്ങൾക്ക് മുമ്പ്, 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം മനസ്സിലാക്കി സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ, സംരക്ഷിക്കപ്പെടണം. സംരക്ഷിക്കപ്പെടണമെങ്കിൽ സംരക്ഷിക്കാൻ കരുത്തുള്ള സന്നദ്ധ സേവകരുടെ ബൃഹത്തായ ഒരു സമാജം ഉണ്ടാവണം. അതിനാണ് അദ്ദേഹം സംഘത്തെ 1905 സ്ഥാപിച്ചത്. ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുക, എന്നോട് ഒരിക്കൽ ഒരു ഒരു ചർച്ചയിൽ ഒരു പ്രമുഖ മാർക്സിസ്റ്റുകാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഡോക്ടർ ജി ഏതെല്ലാം സമരങ്ങളിൽ പങ്കെടുത്തു എന്ന്. ഞാൻ മറുപടി പറഞ്ഞു, മഹാത്മജി വന്ന ശേഷം നടന്ന ആദ്യത്തെ സമരം ഖിലാഫത്തിൻ്റെ കാലത്ത്, ആ സമരത്തിൽ ഡോക്ടർ ജി പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത ഡോക്ടർ ജി 1 കൊല്ലം ജയിലിലും കിടന്നു. ജയിൽ വിമോചിതനായ ഡോക്ടർ ജിയെ സ്വീകരിക്കാൻ വേണ്ടി രാഹുലിൻ്റെ അപ്പൂപ്പൻ മോത്തിലാൽ നെഹ്റുവാണ് പോയി പ്രഭാഷണം നടത്തിയത്. 2 ഉപ്പു സത്യാഗ്രഹം, 2ാം സമരം അതാണ്. അതിനിടയ്ക്ക് വേറെ സമരമൊന്നും ഗാന്ധി നടത്തിയിട്ടില്ല. ഈ ഖിലാഫത്ത് കാലം കഴിഞ്ഞ ശേഷം 30കളിലാണ് സമരം എടുത്തത്. അതിലെ പ്രധാന ഐറ്റമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. ഈ ഉപ്പു സത്യാഗ്രഹത്തിന് ഇദ്ദേഹം സംഘത്തിൻ്റെ ചുമതല രാജിവെച്ചു, മാറി ചുമതലയിൽ നിന്ന്. സർസംഘചാരൻ്റെ ചുമതലയിൽ വേറെ ആളെ ആക്കിയിട്ട് ഇദ്ദേഹം സ്വതന്ത്രനായി കോൺഗ്രസ് സമരത്തിന് പോയി. 1 കൊല്ലം അതിന് ഒപ്പം നടന്ന വനസത്യാഗ്രഹത്തിൽ ജയിലിൽ കിടന്നു. അതിനുശേഷം പിന്നെ ഗാന്ധിജിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് സ്വാതന്ത്ര്യ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രകടമായ സമരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായ സമരം എന്നോട് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരം. ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ എൻ്റെ മുഖം ഒന്ന് വല്ലാതാക്കി പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഡോക്ടർ ജി പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു.
ഉടനെ ഇദ്ദേഹത്തിന് ആവേശം കയറി, ഈ സഖാവിന് ആവേശം കയറി. അതല്ലായിരുന്നു നിർണായക സമരം. ആ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തില്ല പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്താറുണ്ട്. ഡോക്ടർ കേശവ പിള്ളർ അതിൽ പങ്കെടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വളരെ കൂളായിട്ട് മറുപടി കൊടുത്തു. ആ സമരത്തിന് മുമ്പ് 1940 അദ്ദേഹം മരിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് പലർക്കും. ഇനി അത് കഴിഞ്ഞിട്ടോ, ഇനി അടുത്ത കാര്യം വരുന്നു. അംബേദ്കർ സൂചിപ്പിച്ച കാര്യം, സ്വരാജ് കിട്ടിയാൽ മാത്രം പോരാ, സ്വരാജ് സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ഫാസിസം നടപ്പാക്കി സ്വതന്ത്ര ഭാരതത്തിന് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കി. സ്വതന്ത്ര ഭാരതത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചപ്പോൾ അതിനെ ചേർത്ത് നിന്ന് ആരാണ്? ഡോക്ടർ കേശവ പിള്ളർ, ഹെഗ്ഡേവർ തുടങ്ങിയ ശാഖകളിലൂടെ പ്രവർത്തിച്ചു വന്ന ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്വയം സേവകരുടെ ജനകീയ ശക്തിയാണ്. ആ മൂന്നാം സ്വാതന്ത്ര്യ സമരം നടത്തി, അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിച്ചത്. അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ, ഭാരതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യത്തിൽ എന്നും എല്ലായ്പ്പോഴും യുഗങ്ങളോളം വരാൻ പോകുന്ന കാലങ്ങളോളം ആ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രസ്ഥാനമായി നിൽക്കുവാനാണ് സംഘത്തിൻ്റെ പ്രതിബദ്ധത. നമസ്തേ സദാവത്സലേ മാതൃഭൂമി എന്ന് പറഞ്ഞ് ഭാരതഭൂമിക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ ശരീരം ഇനി ഭാരതാംബയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിന് തക്ക ശേഷിയില്ലാത്തതെന്നറിഞ്ഞ കാലത്ത് 1966 ഫെബ്രുവരി 5 ഇനി ഈ ജന്മം കൊണ്ട് എനിക്ക് ഭാരതാംബയെ സേവിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പേരിലാണ് വീരവിനായക ദാമോദർ സവർക്കർ ഫെബ്രുവരി 5, 1966 അന്ന് മുതൽ ഭക്ഷണം ഉപയോഗിച്ചു, ജലം ഉപേക്ഷിച്ചു. ആത്മസമർപ്പണത്തിന് ദിവസം. അങ്ങനെ 26 അദ്ദേഹം ജീവൻ വിടുകയാണ്. അന്നും പ്രാർത്ഥിച്ചതാണ്, എനിക്ക് സ്വർഗം വേണ്ട. വീര സവർക്കർ പറഞ്ഞതാണ്, ഞാൻ സ്വർഗം കിട്ടാൻ വേണ്ടിയല്ല, എനിക്ക് വീണ്ടും ജനിക്കണം, ഭാരതാംബയുടെ പുത്രനായിട്ട് ജനിക്കണം. ഇതാണ് ആവശ്യപ്പെട്ടത്. ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ പറ്റുമെങ്കിൽ കഴിയട്ടെ. ആ തരത്തിൽ ഭാരതത്തെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആരോടും വിരോധമില്ലാതെ ഭാരതത്തിൻ്റെ ഉന്മനം, ഭാരതം വിശ്വബന്ധുവായും വിശ്വഗുരുവായും മാറിയാൽ ലോകത്തിന് നന്മ വരണം, ഭാരതത്തിന് വേണ്ടി സമർപ്പിച്ച് മാനവീതികളുടെ വിമോചനവും ലോകത്തിൻ്റെ പുരോഗമനവും ലക്ഷ്യമായി കാണുന്ന ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നത് ഭാരതത്തിൻ്റെ ആഘോഷമാണ്, ഭാരതീയ ജനതയുടെ ആഘോഷമാണ്. ആ ആഘോഷത്തിൽ ഭാരത സർക്കാരും പങ്കുചേരുന്നു. ഒരു സ്റ്റാമ്പ് ഇറക്കിക്കൊണ്ട്, ഒരു നാണയം ഇറക്കിക്കൊണ്ട്. അത് ഏതായാലും ശുഭകരമായ സൂചനയാണ്. പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. മുൻ രാഷ്ട്രപതിമാര് പ്രണബ് മുഖർജി അന്ന് പങ്കെടുത്തതാണ്. 2-ാം തീയതി ശ്രീ രാംനാഥ് കോവിന്ദ് പങ്കെടുക്കാൻ പോവുകയാണ്. എല്ലാത്തിനും അപ്പുറം ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം, 1 മിനിറ്റ്. ഒക്ടോബർ 5-ാം തീയതി കേരളത്തിൽ നിന്നുള്ള സംഘത്തിൻ്റെ ബൗദ്ധിക രംഗത്തെ ഏറ്റവും പ്രമുഖനായ ജെ നന്ദകുമാർജി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ. ആ പരിപാടിയിൽ അധ്യക്ഷയായി പങ്കെടുക്കുന്നതിന് നമ്മുടെ ഇന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ അഭിമന്യായ മാതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ്. സംഘത്തിൻ്റെ ബോംബെ പരിപാടിയിൽ ഇന്ത്യ ടുഡേ ഇന്നലെ നൽകിയ വാർത്തയാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ചീഫ് ജസ്റ്റിസിൻ്റെ മാതാവിനെ, ജസ്റ്റിസ് BR ഗവയുടെ മാതാവ് നന്ദകുമാർജി പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടുണ്ടാവും. കാലം മാറുകയാണ്, സംഘം സർവസ്പർശിയായി മാറുകയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ഓംനി പൊട്ടൻറ്റ്, ഓംനി സയൻസ്. സർവശാസ്ത്ര പരങ്കതരും സർവ്വയിടങ്ങളിലും സാന്നിധ്യവുമായി സംഘം വളരുകയാണ്. ലോകത്തിലേക്ക്
അതുകൊണ്ട് ആരും കണ്ണുമിഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.